അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഖീദയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഓരോ പാഠത്തു നിന്നും എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് 1ാമത്തെ പാഠം മുതൽ 10ാമത്തെ പാഠം വരെ ഈ വീഡിയോയിൽ നോക്കണം. അപ്പൊ എല്ലാവരും പുസ്തകം തുറക്കുക. ആദ്യത്തെ പാഠം എടുക്കുക. 1ാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? അറിയാമോ, അല്ലെ? എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മളുണ്ടല്ലോ ആ പാഠം ഫുള്ള് വായിക്കുക പുസ്തകത്തിൽ നോക്കിയിട്ട്. അതിനുശേഷം നമ്മൾ പഠിക്കുക. നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് ഈ പാട്ട്. പൂക്കൾ പടച്ചവനാരാണ്, ഭൂമി പടച്ചവനാരാണ്, മാനമൊരുക്കിയതാരാണ്, മലകളൊരുക്കിയതാരാണ്, അവനാണവനാണല്ലാഹു, അവനാണവനാണല്ലാഹു എന്നീ പാട്ട് എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും പഠിക്കണം ട്ടോ. അതുപോലെ പുസ്തകത്തിൽ എല്ലാ ഭാഗവും വായിക്കും. അതുപോലെ പിന്നെ പഠിക്കേണ്ട കാര്യമാണ് സൃഷ്ടികളിൽ 5 വസ്തുക്കളുടെ പേര് ഏതാണ്. ഇത് നമ്മൾ എഴുതിയിട്ട് തന്നെ പഠിക്കണം ട്ടോ. മലക്കുകള്, പൂക്കള്, ഭൂമി, ആകാശം, മഴ, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്ന മേശ, കസേര, ആ രൂപത്തില്, അതുപോലെ എന്താണ് ചുമര്, മദ്രസ, അങ്ങനെ നമുക്ക് അറിയണ 5 വസ്തുക്കളുടെ പേര് എഴുതിയാൽ മതി ട്ടോ. എന്നാൽ തന്നെ അതിന്റെ ഫുൾ മാർക്ക് എല്ലാവർക്കും കിട്ടും ട്ടോ. പക്ഷെ ഇതൊക്കെ എഴുതി പഠിക്കണം. എഴുതാനാണ് നമുക്കത് കഴിയണ്ട ട്ടോ. ഇനി 2ാമത്തെ പാഠം എടുക്കുക. അതിന്റെ പേരെന്താണ്? അല്ലാഹു റബ്ബുന എന്നല്ലേ. അതിൽ പഠിക്കേണ്ടത് എന്താ അറിയോ? ഫസ്റ്റ് നമ്മൾ ആ പാഠം ഫുള്ള് വായിക്കുക. എന്നിട്ട് അതിൽ അറബി പാട്ടുണ്ടല്ലോ അതൊന്നും കൂടെ വായിക്കുക. അത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും. അപ്പോ നമുക്കത് അറിയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത്, അതൊന്നും കൂടെ വായിക്കട്ടോ. അതുപോലെ പഠിക്കേണ്ട ഒന്നാണ്, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ അല്ലെ. അള്ളാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു, അള്ളാഹു നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നു, അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നു, അള്ളാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തന്നു, അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു, അള്ളാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു, അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു, അള്ളാഹു നമുക്ക് സംസാരിക്കാൻ വായ തന്നു, അള്ളാഹു നമുക്ക് പിടിക്കാൻ കൈ തന്നു. ഇതെല്ലാം കാണാതെ പഠിക്കണം. ഇതിലേതെങ്കിലുമൊക്കെ പൂരിപ്പിക്കാൻ ചോദിക്കട്ടോ. പിന്നെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട പാട്ടാണിത്. അതിന്റെ മുന്നേ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥം എന്താന്ന് നിർബന്ധമായിട്ട് പഠിക്കണം ട്ടോ. എന്താണ്? ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതിനുശേഷം ഈ പാട്ട് കാണാതെ പഠിക്കട്ടോ. അല്ലാ അല്ലാ അല്ലാഹു, അല്ലാ അല്ലാ അല്ലാഹു, നമ്മെ പടച്ചവനല്ലാഹു, എല്ലാം തന്നവനല്ലാഹു, എല്ലാം കാണും അല്ലാഹു, എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം അറിയും അല്ലാഹു, എന്നും ഉള്ളവനല്ലാഹു. ഈ പാട്ട് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കട്ടോ. പൂരിപ്പിക്കാൻ ചോദിക്കും. ഇത്രയും കാര്യങ്ങളാണ് 2ാം പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി 3ാമത്തെ ചാപ്റ്റർ, നമ്മുടെ നബി എന്നുള്ള പാഠം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെല്ലാ പോയിന്റും പ്രധാനപ്പെട്ടതാണ്. പാഠം ഫുള്ള് ആദ്യം വായിക്കുക, എന്നിട്ട് ആ പോയിന്റുകളൊക്കെ കാണാതെ പഠിക്കുക. അപ്പൊ നമ്മുടെ നബിയുടെ പേരെന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ളയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബീവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു. 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. ഇത്രയും ഭാഗങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പുസ്തകത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, അതും കാണാതെ പഠിപ്പിക്കണം ട്ടോ. ആമിന ബീവി പൊന്നുമ്മ എന്നൊക്കെ പറയുന്ന ഭാഗം വരുന്ന ആ പാട്ട് കാണാതെ പഠിക്കണം നിർബന്ധമായിട്ടും. അതുപോലെ അടുത്ത പാഠാണ്, അഥവാ 4ാമത്തെ പാഠാണ് മലക്കുകൾ എന്നുള്ളത്. മലക്കുകൾ എന്നുള്ള പാഠത്തിൽ പഠിക്കേണ്ടത്, ഫസ്റ്റ് പഠിക്കേണ്ടത് മലക്കുകൾ എന്ന് പറയുന്നു ആർക്കെന്നുള്ളതാണ്. ആർക്കാണ്? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ. പിന്നെ അവരുടെ പ്രത്യേകതകൾ അന്യോന്യം പറയുന്നത്, കാണപ്പെടാത്ത സൃഷ്ടികളാണ് ആര്? മലക്കുകള്. ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവരാണ് അവർ. ആര്? മലക്കുകൾ. ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവരാണ് അവർ. ആര്? മലക്കുകൾ. എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് ആര്? മലക്കുകൾ. അപ്പൊ ഈ രൂപത്തിൽ പഠിക്കട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്,
മലക്കുകളിൽ പ്രധാനികളായ 4 മലക്കുകളുടെ പേര് എന്തൊക്കെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം. എല്ലാ കുട്ടികളും 4 മലക്കുകളുടെ പേര് എഴുതി പഠിക്കണം ട്ടോ. എങ്ങനെ വന്നാലും പരീക്ഷ പേപ്പറിൽ ചോദിക്കും മലക്കുകളുടെ പേര് എഴുതാന്. അപ്പൊ അത് എഴുതി പഠിക്കുക. പിന്നുള്ള ഒരു പ്രവർത്തനമാണ് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാന്. കാണാൻ പറ്റുന്നവ, കാണാത്തവ. അപ്പൊ നമ്മൾ വായിച്ചു വെക്കുക. മദ്രസ. മദ്രസ നമുക്ക് കാണാൻ പറ്റുമല്ലേ? അപ്പൊ കാണുന്നവയിൽ എഴുതുക. ജിന്നിനെ നമ്മൾ കണ്ടുക്കണോ? ഇല്ലല്ലോ. അപ്പൊ കാണാത്തവയിൽ എഴുതുക. ആ രൂപത്തിൽ ബാക്കിയുള്ളതൊക്കെ എന്താവാ നോക്കിയിട്ട് എഴുതട്ടോ. ആ രൂപത്തിലാണ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതാണ് 5-ാം പാഠം, കിതാബുകൾ അല്ലേ. കിതാബുകൾ എന്നുള്ള പാഠത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് പറയാൻ പോണത്. ഇൽമിന്റെയും ഹിദായത്തിന്റെയും ഗ്രന്ഥമാണ് ഏതാണ്? വിശുദ്ധ ഖുർആൻ. അതുപോലെ എത്ര ഏടുകളാണ് ഇറക്കിയത്? 100 ഏടുകൾ അല്ലേ. അള്ളാഹു അവന്റെ കിതാബുകൾ ഇറക്കിയത് ആരിലേക്കാണ്? അള്ളാഹു തിരഞ്ഞെടുത്ത നബിമാരിലേക്ക്. ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിലെ പാഠഭാഗത്ത് നിന്ന് ഉള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അതൊക്കെ പഠിക്കുക. അതിലേറെ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ് ഈ പാഠത്തുനിന്ന് ഇനി പറയാൻ പോണത്. ഈമാൻ കാര്യങ്ങളിൽ 3-ാമത്തേത് ഏതാണ്? അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക എന്നതാണ്. അപ്പൊ അത് നിർബന്ധമായിട്ടും പഠിക്കണം. നാം ഖുർആൻ അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പഠിക്കുക. പിന്നെ 4 കിതാബുകളും അവ ലഭിച്ച നബിമാരുടെ പേരുകളും പഠിക്കുക അല്ലെ. മൂസ അലൈഹിസ്സലാം, തൗറാത്ത്, ദാവൂദ് അലൈഹിസ്സലാം, സബൂർ, ഈസാ അലൈഹിസ്സലാം, ഇഞ്ചീല്, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആന്. അപ്പൊ ആ രൂപത്തില് നബിമാരുടെ പേരും അവരുടെ കിതാബുകളും പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നബിമാരുടെ പേരുകളും ഏടുകളും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട. ആദം നബി അലൈഹി ഇസ്ലാമും അതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമും, ഈ 2 നബിമാർക്കും 10 ഏടുകളാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇദ്രീസ് നബിക്ക് 30 ഏട്, ശീസ് നബി അലൈഹി ഇസ്ലാമിന് 50 ഏട്. ഈ രൂപത്തിൽ എന്താവുക, ഇതും കൂടെ പഠിക്കണം കേട്ടോ. അഥവാ ഓരോ നബിമാരും അവർക്കിറക്കിയ കിതാബുകൾ, അതുപോലെ തന്നെ ബാക്കി 4 നബിമാര് അവർക്കിറക്കിയ ഏടുകളുടെ എണ്ണം ഈ രൂപത്തിൽ എന്താവുക ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ട്ടോ. അടുത്തതാണ് 6-ാമത്തെ പാഠം, അതായത് മുർസലുകൾ എന്നുള്ള പാഠം. അതിൽ നിന്ന് പഠിക്കാനുള്ളതാണ് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ആരാണ് നബിമാർ എന്നത്. ആരാണ്? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. അപ്പൊ ഇതിനകത്ത് പഠിക്കേണ്ട അടുത്ത കാര്യമാണ് എന്ത്? നബിമാരിൽ പ്രധാനികളാണ് ആരാണ്? മുർസലുകള്. എന്താവും? പൂരിപ്പിക്കാണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ നബി അലൈഹി ഇസ്ലാം, നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം? എന്താ ചൊല്ലേണ്ടത്? സ്നേഹത്തോടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. നബിമാരുടെ വിശേഷണങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ്? സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണവർ അല്ലെ. അതുപോലെ അവർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരുമാണ്. അവർ ഒരു തെറ്റും ചെയ്യുകയില്ല. അപ്പൊ അത് പഠിക്കുക. അതുപോലെ ആ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യമാണ് ആദ്യത്തെ നബിയുടെ പേരെന്താണെന്നുള്ളത്. എന്താണ്? ആദം നബി അലൈഹി സ്വലാം. അവസാന നബിയുടെ പേരെന്താണ്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാരുടെ പേര് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം? എന്താ ചൊല്ലണ്ടേ? അലൈഹിസ്സലാം എന്ന് പറയണം. എല്ലാ പാഠം പുസ്തകത്തിലും പൂർണ്ണമായിട്ടും വായിക്കണം ട്ടോ. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറയുന്ന വീഡിയോ ആണ്. പാഠം ഫുള്ള് നിർബന്ധമായിട്ടും വായിക്കണം. ഇനി അടുത്ത ചാപ്റ്റർ ആണ്, അഥവാ 7-ാമത്തെ പാഠാണ് അവസാന നാൾ എന്നുള്ളത് അല്ലേ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് എപ്പോഴാണ് ഈ ലോകം അവസാനിക്കുന്നത് അല്ലെ. എപ്പോഴാണ്? ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്. പിന്നെ മരിച്ചവരെ രണ്ടാമത് ജീവിപ്പിക്കും എപ്പോൾ? സൂർ എന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുമ്പോൾ മരിച്ചവരെല്ലാം ജീവിക്കും. തിന്മകൾ ചെയ്തവർക്ക് എന്ത് ലഭിക്കും? നരകം അല്ലെ. അവിടെ പറയേണ്ടത് എന്ത്? നന്മ ചെയ്തവർക്കും അതിന്റെ പ്രതിഫലം ലഭിക്കും എന്നൊക്കെ പറയണ്ടല്ലോ പുസ്തകത്തില്. ആ പോയിന്റുകൾ ഫുള്ള് പഠിക്കണം ട്ടോ. അതുപോലെ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അവസാന നാൾ എന്നാൽ എന്ത്? എന്താണ്? ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ. ഈ പാഠത്തിൽ പുസ്തകത്തിൽ പറയപ്പെടുന്ന പോയിന്റുകൾ ഫുള്ള് പഠിക്കണം ട്ടോ. അതുപോലെ തന്നെ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് ഏത്? മഅ്ശറ. അതുപോലെ നന്മകൾ ചെയ്തവർക്ക് അള്ളാഹു ഡാഷ് നൽകും. എന്ത് നൽകുന്നതാണ്? സ്വർഗം നൽകും. ഇതൊക്കെ ഇതിന്ന് പൂരിപ്പിക്കാൻ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാട്ടോ. പിന്നെ ചേരുംപടി ചേർക്കാനുള്ളത് പഠിക്കുക. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതും. നന്മ ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. ഖിയാമത്ത് നാളിൽ എല്ലാം നശിക്കും. മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇതൊക്കെ പഠിക്കുക. ഒരു പക്ഷെ പൂരിപ്പിക്കാനുണ്ടാവട്ടോ. അടുത്ത 8-ാമത്തെ പാഠമാണ് അൽ ഖദർ എന്നുള്ള പാഠം അല്ലെ. അതിൽ നിർബന്ധമായും പഠിക്കേണ്ട 2 കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ്, അതുപോലെ അതിന്റെ അർത്ഥം അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നുള്ളതും
മാഷാ അള്ളാഹു കാന വമാലം യശഅലം യകുൻ എന്നുള്ള ഹദീസും അതിന്റെ അർത്ഥം അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല എന്നുള്ളത്. ഇത് രണ്ടും നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഒരു പക്ഷെ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ അർത്ഥം എഴുതാനോ അല്ലെങ്കിൽ ക്രമപ്പെടുത്താനൊക്കെ എന്താവും ഇത് ചോദിക്കോട്ടോ. പിന്നെ ഇതിന് നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാ അള്ളാ എന്ന് പറയേണ്ട അല്ലെ. ഇൻഷാ അള്ളാ എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, ഇന്ന് രണ്ടെണ്ണെങ്കിലും പഠിക്കുക. ഇവിടെ കുറെ കൊടുത്തിട്ടുണ്ട്, ഇന്ന് രണ്ടെണ്ണെങ്കിലും പഠിക്കട്ടോ. അഥവാ ഞാൻ നാളെ പുതിയ വസ്ത്രം ധരിക്കും അങ്ങനെ പറയാ, എന്നിട്ട് ഇൻഷാ അള്ളാ എന്ന് ഞാൻ ഇനി മുതൽ എന്നും നേരത്തെ ഉണരും ഇൻഷാ അള്ളാ, അങ്ങനത്തെ രണ്ട് കാര്യങ്ങളും പഠിച്ചു വെക്കട്ടോ. ചിലപ്പോ രണ്ടെണ്ണം എഴുതാണ്ടാവും. ഇൻഷാ അള്ളാ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ചോദിക്കട്ടോ. അടുത്തത് നോക്കുക, ഏത് കാര്യവും നാം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്ത് കൂടി പറയണം? ഇൻഷാ അള്ളാ. ഒരു പക്ഷെ തിരിച്ചു ചോദിച്ചാം, ഇൻഷാ അള്ളാ എന്ന് പറയണം എപ്പോൾ? അപ്പൊ എങ്ങനെ എഴുതണം? ഏത് കാര്യവും നാം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇൻഷാ അള്ളാ എന്ന് പറയണം എന്ന്. അടുത്തത് നോക്കുക, എന്താണ് പുസ്തകത്തിലുള്ള ആ പാട്ടുണ്ടല്ലേ, നിർബന്ധമായിട്ടും പഠിക്കട്ടോ. നമുക്ക് പറയാം ഇൻഷാ അള്ളാ എന്ന് തുടങ്ങിയിട്ട് ഏകനായവൻ അള്ളാഹു എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും കാണാതെ പഠിക്കണം കേട്ടോ, പൂരിപ്പിക്കാനുണ്ടാവും കേട്ടോ. അടുത്തതാണ് ഈമാൻ കാര്യങ്ങൾ എന്നുള്ള 9ാമത്തെ പാഠം. അപ്പൊ ഇതിൽ പഠിക്കേണ്ടത് ഈമാൻ കാര്യങ്ങൾ 6ഉം കറക്റ്റ് അതിന്റെ എണ്ണം അനുസരിച്ച് പഠിക്കുക. കാരണം പരീക്ഷ പേപ്പറിൽ ചിലപ്പോൾ ചോദിക്കും ഈമാൻ കാര്യങ്ങളിൽ നിന്ന് 5ാമത്തെ ഇത് ആ രൂപത്തിലൊക്കെയാണ് ചോദിക്കുക. അപ്പൊ അത് ആദ്യം പഠിക്കുക. ഏതൊക്കെയാണ്? അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലെ വിശ്വാസം, മുർസലുകളിലെ വിശ്വാസം, അന്ത്യനാളിലെ വിശ്വാസം, ഖദറിലെ വിശ്വാസം. അപ്പൊ അതൊക്കെ പഠിക്കുക. പിന്നെ അതിൽ നിർബന്ധമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും പഠിക്കേണ്ട ഒന്നാണ് ആരാണ് മൂമിനുകൾ എന്നുള്ളത്. ആരാണ്? ഈമാൻ കാര്യങ്ങൾ 6 എണ്ണത്തിലും വിശ്വസിച്ചവരാണ് മൂമിനുകൾ. ഇതെല്ലാ വിദ്യാർത്ഥികളും പഠിക്കണം കേട്ടോ. അതുപോലെ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യേണ്ടവ അതുപോലെ വിശ്വസിക്കേണ്ടവ എന്നുള്ളത് തരംതിരിക്കാന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെയ്യേണ്ടവ എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങളാണ് എഴുതേണ്ടത്, അതുപോലെ വിശ്വസിക്കേണ്ടവ എന്നുള്ളതിൽ ഈമാൻ കാര്യങ്ങളാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കിയാല് ഇതൊരു പ്രയാസം ഉണ്ടാവൂല കേട്ടോ. ഇനി അടുത്താണ് 10ാമത്തെ പാഠം, ഓർമ്മിക്കാം എന്നുള്ള പാഠം. ഈ പാഠത്തിലെ എല്ലാ പോയിന്റും നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസും കൂടെ പഠിക്കാം. നാം ആരെയാണ് ആരാധിക്കേണ്ടത്? ആരെയാണ്? അള്ളാഹുവിനെ. നമ്മുടെ നബിയുടെ ജന്മം എവിടെയാണ്? മക്കയിൽ. അള്ളാഹു ഇറക്കിയ 4 കിതാബുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആന്. 4 മലക്കുകളുടെ പേരെഴുതുക. ഇൻഷാ അള്ളാ എന്ന് പറയണം എപ്പോൾ? എപ്പോഴാണ്? ഏത് കാര്യവും നാം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇൻഷാ അള്ളാ എന്ന് പറയണം. ഈ ലോകം മുഴുവനും നശിക്കും എപ്പോൾ? ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ. അതുപോലെ പുസ്തകത്തിലെ എല്ലാ പാഠങ്ങളും പൂർണ്ണമായിട്ടും വായിക്കുക. അതിലെ തദ്രീബാത്തുകളൊക്കെ ഫുള്ള് പൂർണ്ണമായിട്ടും ചെയ്ത് പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും ചെയ്യുക. ഇൻഷാ അള്ളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.